അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പാറക്കടവാണ്. എൻ്റെ സംശയം, ഞാനൊരു സുന്നി തന്നെയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്തിഹാസയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയം കൊടുക്കും. ഇതെന്തിനാ ഇത്ര ഉയർന്നിട്ട് ഇങ്ങനെ വേറെ ആളെ കൊണ്ട് ഇങ്ങനെ സഹായം ചോദിപ്പിക്കുന്നതിനാ? അത് അള്ളാഹിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിയാൽ പോരെ എന്നിങ്ങനെ മുജാഹിദുകളിൽ ഇങ്ങനെ പറയുമ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം കേൾക്കും. വലവന്നും മുന്തലും അംഫുസും ജാവൂക്ക് അവസ്ഥാഫർലവും റസൂൽ എന്നുള്ള ആയത്ത്, അവര് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ അള്ളാഹുവിന്റെ റസൂലായ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അവരെന്താക്കുന്നത്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. റസൂലുള്ളാഹിനോടല്ലോ ഇസ്തിഗ്ഫാർ നടത്തിയത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് എന്നിട്ട് റസൂലുള്ളാഹിയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു. പിന്നെ എന്തിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നത്? അത് റസൂലുള്ളാഹി ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു റസൂലാണെന്നുള്ള ഒരു ബഹുമാനം പ്രതീക്ഷിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയേണ്ട ഒരു താളീമിന്റെ ഒരു താളീമ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞതാണോ? അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സഹായം ചോദിക്കണം എന്നുള്ള ഒരായത്തൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചു എന്നല്ല. പിന്നെ അതൊക്കെ ഇസ്തിഹാസക്ക് തെളിവാവും ആ ആയത്ത്. അതിന്റെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ലൊരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ചോദിച്ചത് എന്താണ്? എന്തിനാ അങ്ങനെ വയന്നിട്ട് കുറെ തെളിവൊക്കെ പിടിച്ചിട്ട് എന്താക്കണം? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതിന് മെനക്കെടുന്നു. നേരിട്ട് പടച്ചോണ്ടെന്ന് ചോദിച്ചാൽ പോരേന്ന്. വാസ്തവത്തില് അള്ളാഹു തആലയാണ് എല്ലാവർക്കും ഇൽമ കൊടുക്കുന്നവൻ. റബ്ബി ജിദ്നി ഇൽമ വഖുർ റബ്ബി ജിദ്നി ഇൽമ. വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ തങ്ങൾ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ. ഞാൻ ഈ ചോദ്യകർത്താവിനെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയല്ല, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ മനസ്സിൽ കുറെ നാളുകളായിട്ട് മനസ്സിലിങ്ങനെ തട്ടിക്കളിക്കുന്ന, നിങ്ങൾ സുന്നി തന്നെയാണ്, ആ സുന്നി ആയതിനോട് കൂടെ തന്നെ മനസ്സിൽ തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന വഹാബികളുടെ കടന്നുകയറ്റം കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ രംഗപ്രവേശനം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത്? പറ്റും നിങ്ങളെ തെളിവ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ്? എന്നിട്ട് ഇത്രക്ക് വിഷമിച്ച ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോ? എന്നിട്ട് ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം തന്നോ? പടച്ചോനെ, എനിക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ട്, നീ എനിക്ക് ആ സംശയം തീർത്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹു തആല നിങ്ങൾക്ക് ഒരു ആയത്തിന് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ ഒരു ആയത്തിന് പഠിപ്പിച്ചു തന്നിട്ട് അതിന്റെ ശരിയായ അർത്ഥങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നോ? പറ്റുന്നു അല്ലെങ്കിൽ പറ്റൂല എന്ന് രണ്ടാളൊന്ന് പറഞ്ഞു തന്നാൽ മതിയല്ലോ. അത് തന്നില്ലല്ലോ. അപ്പോ ഈ സഹായം ചോദിക്കുന്നതൊക്കെ അള്ളാഹുവിനോട് ആവണമെന്ന് പറയുന്നത്, അതിന്റെ ഒക്കെ സഹായം തരുന്നതിന്റെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. എല്ലാ സഹായത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാ സഹായത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കണം. അള്ളാഹു സൃഷ്ടിക്കാതെ ഒരു സഹായവും ഒരാൾക്കും കിട്ടുകയില്ല എന്ന് വിശ്വസിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല. കാരണം എന്തുകൊണ്ട്? നാം എല്ലാവരോടും സഹായം ചോദിക്കുമ്പോ മുസ്ലിമീങ്ങളാണെങ്കിൽ ഇപ്പോ വർഷക്കാലമാകുമ്പോൾ അലങ്കാര പദകമായിട്ട് പറയും മുസ്ലിമീങ്ങൾ എന്തെന്ന്, ഈ പ്രാവശ്യത്തെ വർഷം നല്ല വിളവ് തന്നിട്ടുണ്ട്, നമ്മളെ കൃഷികൾക്കൊക്കെ നല്ല വിളവ് തന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ വർഷം എന്ന് പറയാറില്ലേ? ഈ പ്രാവശ്യത്തെ വർഷം വർഷം എന്ന് പറഞ്ഞാൽ മഴക്കാലം നമുക്ക് നല്ല വിളവ് തന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഈ പറയുന്നത് അലങ്കാര പ്രയോഗമാണ് മുസ്ലിം പറയുമ്പോ. ഈ പറയുന്നത് തന്നെ ഒരു അമുസ്ലിം പറയുമ്പോഴാണെങ്കിലോ അത് അലങ്കാര പ്രയോഗമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. അവന്റെ വിശ്വാസപ്രകാരം അവൻ ആ മഴ തന്നെയാണ് അവനക്ക് കൃഷിയിൽ വിളവ് കൊടുത്തത്. ഇതിപ്പോ എങ്ങനെയാണ് രണ്ടാളുകൾ പറയുന്നത്? രണ്ടാളും ഒരേ വാക്ക് പറഞ്ഞിട്ട് രണ്ടും രണ്ട് വിധാനത്തിലായത്.
ഒന്ന് ആയത് എങ്ങനെയാണ്? അലങ്കാര പ്രയോഗമായി. അതേ വാക്ക് തന്നെ അമുസ്ലിം പറഞ്ഞപ്പോൾ അതെന്തായി? അലങ്കാര പ്രയോഗമല്ലാതെ യാഥാർത്ഥ്യ പ്രയോഗവുമായി. അപ്പോ വിശ്വാസമാണ് അത് രണ്ടിനെയും രണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും അവസ്ഥ. ഏതാണ്? അള്ളാഹുവിന്റെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അള്ളാഹു അല്ലാത്ത മറ്റ് ആരെങ്കിലോടോ ഉസ്താദിനോടോ ഒരു ഇൽമ ചോദിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാവുമ്പോ ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാതെ നിങ്ങള് നിങ്ങള് പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തരൂല. ഫബ്തഹു ഇൻദല്ലാഹി റിസ്ഖ്, നിങ്ങൾ ഭക്ഷണം അള്ളാഹുവിന്റെ അടുക്കൽ തേടണം. നിങ്ങൾ ആരെ ആരാധിക്കുന്നോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണോ, അവര് അല്ലാഹുവല്ലാത്ത പ്രതിമകളോടും മറ്റൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിമകളൊന്നും നിങ്ങൾക്ക് ഭക്ഷണം ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഭക്ഷണം ഉടമപ്പെടുത്തിയവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കണം. ഭക്ഷണം ദൈനംദിനം നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഫബ്തഹു ഇൻദല്ലാഹി റിസ്ഖ്, ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിനോട് തേടൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം നമ്മൾ അല്ലാഹുവിനോട് തേടൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കെ ഈ ഭക്ഷണം നാം ആരോടാണ് തേടുന്നത്? നാം പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ ആരാണോ അവരോട് ആവശ്യപ്പെടുന്നവരോട് തേടുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണെങ്കിലോ ഫബ്തഹു ഇൻദല്ലാഹി റിസ്ഖ്, ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിനോട് തേടൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബ്തഹു ഇൻദല്ലാഹി റിസ്ഖ്, ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിനോട് തേടൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് നാം ഭക്ഷണം തേടുന്ന ആരോടാണ്? നാം പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് നാം പിന്നെ ഭക്ഷണം തേടുന്നു, വിശന്നപ്പോ പിന്നെ ഭക്ഷണം തേടുന്നത് ആരോടാ? അത് നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവല്ലാത്ത മറ്റേതെങ്കിലും മനുഷ്യനോട് നാം ഭക്ഷണം തേടുന്നു. ഇത് ഒരു മുസ്ലിം തേടുമ്പോൾ ആ മുസ്ലിം എങ്ങനെയാണ് തേടുന്നത്? എന്റെ ഈ ഭക്ഷണം എനിക്ക് തരുന്നവൻ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, ആ തരുക എന്ന കഴിവിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, അതിന് തൗഫീഖിനെയും സൃഷ്ടിക്കുന്നവനൊക്കെ അല്ലാഹുവാണ്. ഈ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവന് മുസ്ലിമായ ഏതൊരാൾക്കും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുന്നത്. മുസ്ലിമായ ഒരാൾക്ക് ഒരു സാധ്യത തന്നെ ഇല്ല അല്ലാഹു അല്ലാത്തവരോട് ആ വിശ്വാസത്തോടു കൂടെ അല്ലാതെ ചോദിക്കാനുള്ള ഇംകാന് പോലും ഇല്ല. അഥവാ അള്ളാഹു വിശ്വാസമില്ലാതെ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുകയാണെങ്കിൽ അതോടുകൂടെ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഭക്ഷണം ചോദിക്കുമ്പോൾ തന്നെ ആ ഭക്ഷണം ആരാണ്? അള്ളാഹുവിന്റെ കഴിവുകൊണ്ടല്ല, അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടല്ല, അത് എന്റെ ഭാര്യ സൃഷ്ടിച്ചതാണ് ഭക്ഷണം, എന്റെ ഭാര്യയാണ് ഇതിന്റെ ഖാലിഖ് എന്ന് കരുതിയാൽ അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഭക്ഷണത്തിന്റെ കാര്യം മൗലിയാക്കളടുത്ത് പോകണ്ട, അമ്പിയാക്കളടുത്ത് പോകണ്ട, ഒരാളടുത്തും പോകണ്ട. അവൻ ദൈനംദിനം ആവശ്യമാവുന്ന ഓരോ ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ പ്രാവശ്യം ആവശ്യമുള്ള ഭക്ഷണങ്ങൾ അവൻ ചോദിക്കുന്നത് അവന്റെ ഭാര്യനോടാണെങ്കിലും ആ ഭാര്യയാണ് അത് സൃഷ്ടിക്കുന്നത് എന്ന വിശ്വാസമുണ്ടോ? ഒരിക്കലും ഒരു മുസ്ലിമിനുണ്ടാവൂല. അപ്പൊ ഒരു മുസ്ലിമിന് അല്ലാഹു അല്ലാത്ത ആരോട് ചോദിക്കുമ്പോഴും അവരെന്നും ആ സാധനത്തിന്റെ യഥാർത്ഥ തരാനുള്ള സൃഷ്ടാവാണ് എന്നോ അതിന്റെ യഥാർത്ഥ ദാതാവ് അവരാണെന്നോ ഒരു മുസ്ലിമിന് വിശ്വാസമുണ്ടാവാൻ സാധ്യത പോലുമില്ല. സാധ്യത ഉണ്ടായിട്ട് വേണ്ട പിന്നെ അത് അങ്ങനെ ഏതൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം സാധ്യത ഉണ്ടാവണം. ആ സാധ്യത പോലും ഒരു മുസ്ലിം എന്ന് പറയുന്നതോടുകൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു മാത്രം ചെയ്യുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നവനായി മാറി. ഒന്നാമത്തെ കാര്യം അള്ളാഹുൽ വിശ്വസിക്കുക എന്നല്ലേ, അതില്ലാണ്ട് പിന്നെ മുസ്ലിം ആവോ? ആ അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ എന്തായി? എല്ലാ കാര്യങ്ങളും അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസം ഉണ്ടായിരിക്കെ അള്ളാഹു സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അവൻ തരുന്നത് ചിലപ്പോൾ ഭാര്യയിലൂടെയാവാം, സഹോദരന്മാരിലൂടെയാവാം, ഉപ്പയിലൂടെയാവാം, മക്കളിലൂടെയാവാം, അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരിലൂടെയാവാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളിലൂടെയാവാം, ഔലിയാക്കളിലൂടെയാവാം. എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് എന്ന വിശ്വാസത്തോടുകൂടെ അവൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അതൊന്നും തന്നെ ഒരു മുസ്ലിം ആയിരിക്കുന്ന ആള് ചോദിക്കുമ്പോൾ അതൊന്നും ശിർക്കാവുകയോ കുഫ്രാവുകയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആയത്ത് പോയി പിന്നെ വേറെ നിങ്ങളിപ്പോ വലവ് അന്നഹും ഇല്ലമൂന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ആയത്തും ഞാൻ പോതിയിട്ടില്ല ഈ വിഷയത്തിന് വേണ്ടിയിട്ട്. ആയത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട്. വലവ് അന്നഹും ഇല്ലമൂന്നുള്ള ആയത്തിലും റസൂലുള്ളാഹിയോട് ചോദിക്കാണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനക്ക് വേണ്ടി സഹായം തേടുള്ളൂ, അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുള്ളൂ. അപ്പൊ ആ വിഷയം ഞാൻ പറയില്ല. ഒറ്റ ആയത്ത് മോതാതെ തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഏത് ആയത്ത് കൊണ്ടാണോ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതേ ആയത്ത് കൊണ്ട് തന്നെയാണ് നമ്മളെ മറുപടി.
അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള അതേ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പിന്നെ നാം നമ്മുടെ ഭക്ഷണം അള്ളാഹുല്ലാത്തോട് ചോദിക്കുന്നു? ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞിട്ട് പോലുമുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് ഭക്ഷണം തേടുമെന്ന്. എന്നിട്ട് ആ ഭക്ഷണം പോലും അള്ളാഹുല്ലാത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ നമുക്കതിന്റെ മറുപടി വ്യക്തമാകും. എന്താണ് അതിന്റെ മറുപടി? അള്ളാഹു തരുന്ന വഴികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വഴികളോട് നാം തേടുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം അത് വഴിയാണ്, അള്ളാഹു തരുന്ന വഴിയാണ്, ആ വഴിയെ സമീപിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവരല്ല തരുന്നത്, അള്ളാഹുവാണ് തരുന്നത് എന്ന വിശ്വാസമാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് ഈ കാര്യം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ചോദ്യകർത്താവ് ഇല്ലേ? ആരാണ്? അനീസിരിട്ടിയല്ലേ ചോദിച്ചത്? അല്ല, ആരായിരുന്നു നേരത്തെ ചോദിച്ചത്? അനീസിരിട്ടിയോ? ചോദ്യകർത്താവാരാ? മാവിലാട് അല്ലേ? എന്റെ വായിക്കലെങ്ങനെ എനിക്കറിയില്ല, ഞാൻ വായിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ മാവിലാട് മൈക്കെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഓതിയ ആയത്തിനർത്ഥം ഞാനിപ്പോ വെച്ചിട്ടില്ല. ആ ആയത്തിനർത്ഥം വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിപ്പോ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടെന്താ പറയാനുള്ള വെച്ചാൽ അതൊന്ന് പറയാം. മൈക്ക് വിട്ടു. സാറേ, എനിക്ക് ഈ പറഞ്ഞത് വബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനോട് റിസ്കിനെ നിങ്ങൾ തേടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസ്ക് എന്ന വിഷയമൊക്കെ അതൊക്കെ ഭൗതികമായ വിഷയമല്ല, അഭൗതികമായ വിഷയം. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ഇപ്പൊ കിണറ്റിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അള്ളാഹിനെ വിളിക്കുന്നതിന് പകരം വൈദേശികനെ വിളിക്കുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭൗതികമായ വിഷയത്തിൽ ഒരാളുടെ സഹായം ചോദിക്കാൻ പറ്റുമോ? അത് അബോധികം എന്ന് വെച്ചാൽ അത് അള്ളാഹുവിനോട് മാത്രമല്ലേ ചോദിക്കേണ്ടത് എന്നും കൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റും. ഇപ്പൊ ഇതുവരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ആയത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല, അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് അത് ക്ലിയർ ആയി. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരാളിപ്പം കിണറ്റിലേക്ക് ഇറങ്ങുമ്പോ അല്ല വീണ ആ സമയത്ത് അള്ളാഹിനെ വിളിക്കുന്നതിന് പകരം പെട്ടെന്ന് യാ ഷേഖ് മുഹ്യിദ്ദീൻ അല്ല ബദരീങ്ങളെന്ന് വിളിക്കുന്നു. അത് അബോധികമായ ഒരാൾക്കിപ്പോ ഒരു മനുഷ്യർക്ക് വിചാരിച്ചാൽ അത് തന്നെ തടുക്കാനാവില്ല, പെട്ടെന്ന് വീഴുമ്പോൾ തടുക്കാനാവില്ല. അപ്പൊ അത് ആ സമയത്ത് അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം എന്തുകൊണ്ട് പിന്നെ ബദരീങ്ങളൊക്കെ വിളിക്കുന്നു? അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വബ്തഗു എന്നല്ല ഫബ്തഗു എന്നാണ് ഉള്ളത്. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ് എന്നാണ്. വഅബ്ദുഹു വഷ്കുറു ലഹു ഇലൈഹി തുർജഊൻ. അപ്പോ ഇപ്പോ ചോദിച്ചത് എന്താണ്? ഈ വലിയ പെട്ടെന്ന് രക്ഷപ്പെടുത്തേണ്ട വിഷയം. ഭക്ഷണം ഇപ്പൊ ചോദിക്കുമ്പോ അപ്പൊ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയാലും മതിയല്ലോ, അതിപ്പോ ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ അതുപോലത്തെ അല്ലാത്ത പെട്ടെന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യം അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ചോദിച്ചത് അല്ലേ? അപ്പൊ മറ്റേ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ അതും അള്ളാഹുവോട് ചോദിക്കാനല്ലേ പറഞ്ഞു ഖുർആൻ. അവിടെ എന്തെങ്കിലും പറഞ്ഞത് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ് എന്ന് പറഞ്ഞാല് റിസ്ഖിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ഭക്ഷണം തന്നെയല്ലേ? അത് അള്ളാഹുവിനോട് ചോദിക്കാനാ വിശുദ്ധ ഖുർആൻ പറഞ്ഞതേ. ഖുർആൻ പറഞ്ഞത് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്, ഭക്ഷണം നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നാ പറഞ്ഞത്. പിന്നെ അതെങ്ങനെ അള്ളാഹു എല്ലാത്തോടും നാം ചോദിക്കുക എന്നുള്ളതിന്റെ മറുപടി എന്താ പറയണേ? ഭക്ഷണത്തില് ഉപ്പും ഭക്ഷണം തന്നെ. ഹദീസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉപ്പും നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കണം എന്ന്. ഞാൻ ഹദീസിന് ലൈഫായിട്ട് മാറ്റേണ്ട വെച്ചിട്ടാണ്. ഹദീസ് ലൈഫല്ല, ലൈഫായിട്ട് മാറ്റുന്ന ഒരു ഇത് പോകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഖുർആൻ തന്നെ പറഞ്ഞത്. ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാലും അള്ളാഹുനോട് ചോദിക്കണം എന്ന് ഹദീസിലുണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പില്ലാതായാലും അള്ളാഹുനോട് ചോദിക്കണം എന്ന് ഹദീസിലുണ്ട്. ഖുർആനിൽ ഇതാ പറയുന്നു ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോട് റിസ്ഖ് ചോദിക്കൂ. മറ്റുള്ള സാധനങ്ങളൊന്നും നിങ്ങളെ ഭക്ഷണം മിൽക്കാക്കുന്നതിന് ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹു ആണ് നിങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ ഉടമപ്പെടുത്തുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ നാം പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കുന്നതായിരുന്നു എന്റെ ചോദ്യം. അപ്പോ ഇപ്പൊ പറഞ്ഞപ്പോ അതൊന്നല്ല. ഇപ്പൊ പറഞ്ഞ എന്താണ്? പെട്ടെന്ന് കിട്ടേണ്ട ഒരു സഹായം. പെട്ടെന്ന് കിട്ടേണ്ട ഒരു സഹായം അത് എങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് കിട്ടുന്ന സഹായം അല്ലാത്ത സാവധാനം കിട്ടേണ്ടിയിരുന്ന സഹായം പോലും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റൂല എന്നപ്പോ ഞാൻ പറഞ്ഞതേ. അത് തന്നെ അള്ളാഹുവോട് ചോദിക്കാൻ പറ്റുള്ളൂ.
പെട്ടെന്ന് സഹായം കിട്ടണത് അള്ളാഹുവിനോട് പിന്നെ അള്ളാഹുവിനോട് ചോദിക്കാം, അത് തീരെ ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പോ ഞാൻ പറയുന്നത് തീരെ ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത്. പിന്നെ പെട്ടെന്നുള്ള സഹായം അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുകയെന്ന് നിങ്ങൾ പിന്നെ ഏതാണ് ഒന്നുകൂടി പറയാം. ഭക്ഷണം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ദൈനംദിന കാര്യങ്ങൾ, പെട്ടെന്ന് സംഭവിക്കാത്ത പെട്ടെന്ന് തന്നെ പിന്നെ പരിഹാരം കിട്ടേണ്ടതില്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണോ നിങ്ങളുടെ മറുപടി, അതേ മറുപടി തന്നെയാണ് പെട്ടെന്ന് കിട്ടുന്നിടത്തും ആ സഹായം അല്ലാഹുവിനോട് ചോദിക്കാം എന്നുള്ളതിന്റെ മറുപടി നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ പെട്ടെന്ന് കിട്ടുന്ന സഹായവും സാവധാനം കിട്ടുന്ന സഹായവും കിട്ടേണ്ട സഹായവും എല്ലാം സൃഷ്ടിക്കുന്നവൻ ആരാണ്? ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ചോദിക്കുന്ന ആള് മുസ്ലിം ആണെങ്കിൽ അവനക്ക് ഉറപ്പാണ് പെട്ടെന്ന് കിട്ടുന്ന സഹായം സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്, സാവധാനം എനിക്ക് കിട്ടാൻ ആവശ്യമായ സഹായം സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ് എന്ന് ഉറപ്പാണ്. ഈ ഉറപ്പുണ്ടായിരിക്കെ അവന് പെട്ടെന്ന് കിട്ടുന്ന സഹായം, കിട്ടേണ്ട സഹായവും സാവധാനം അവർക്ക് കിട്ടേണ്ട സഹായവും എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം നമുക്ക് സാവധാനം കിട്ടേണ്ടതാണ്. ഇപ്പൊ വിശക്കുന്നുണ്ട്, കുറെ കഴിയൊക്കെ ക്ഷമിക്കാൻ പറ്റും, അത് ചോദിച്ചു ഉടൻ തന്നെ കിട്ടിക്കോളുന്നില്ല. അപ്പൊ അങ്ങനത്തെ സഹായം ആരോട് ചോദിക്കുകയാണ് നല്ലത്? അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നല്ലത്. അത് നേർക്ക് നേരെയുള്ള ഏതാണ്? അള്ളാഹുവിന്റെ അടുത്തുള്ള സഹായമാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ തന്നെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന സഹായം, കിട്ടേണ്ട സഹായം, അതിനും യഥാർത്ഥ സൃഷ്ടാവ് അള്ളാഹുവിനെയാണ്. അപ്പൊ അതും അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് നല്ലത്. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സാവധാനം കിട്ടേണ്ട സഹായം ആരിലൂടെയാണോ അള്ളാഹു സൃഷ്ടിക്കുന്നത് അത് അള്ളാഹുവിനൊരു പ്രയാസവുമില്ല സാവധാനം തരുവാൻ. അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന സഹായം നമ്മൾ ആരോട് ചോദിച്ചോ അവർ മുഖേനയായിട്ട് അള്ളാഹു തആല സഹായം തരാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. ഇവിടൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, പെട്ടെന്ന് വഴുതി പോകരുത്. നമ്മള് അള്ളാഹുവിന്റെ ഔലിയാക്കള്, അള്ളാഹുവിന്റെ അമ്പിയാക്കള്, ഇവരെ അള്ളാഹു തആല കൂടുതൽ സ്ഥാനം നൽകിയിട്ടുള്ള ആളുകളാണ്. കാരണം അവർ അള്ളാഹുവിനൊക്കെ ഇബാദത്ത് എടുത്തുകൊണ്ടും അള്ളാഹു തആല അവർക്ക് വഹി നൽകിക്കൊണ്ടൊക്കെ അമ്പിയാക്കളെ ബഹുമാനിക്കുകയും അതുപോലെ അവർക്ക് കൂടുതൽ ഇബാദത്ത് എടുക്കാൻ അവസരം നൽകിക്കൊണ്ട് ഔലിയാക്കളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കളും ഔലിയാക്കളും. ഈ അമ്പിയാക്കളും ഔലിയാക്കളെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളുമാണ് എന്ന് ഒരു പിന്നെ നമ്മുടെ ഒരു പിന്നെ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന റബ്ബിന്റെ മുമ്പിൽ നാം നിർത്തലാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗാസ. എന്നല്ലാതെ അള്ളാഹുവിന്റെ സഹായമല്ലാത്ത സഹായമല്ല നബിമാരിൽ നിന്ന് ചോദിക്കുന്നതും ഔലിയാക്കളിൽ നിന്ന് ചോദിക്കുന്നതും. അള്ളാഹുവിന്റെ സഹായമല്ലാത്ത സഹായമല്ല, അള്ളാഹുവിന്റെ സഹായമാണ് ചോദിക്കുന്നത്. ആ അള്ളാഹുവിന്റെ സഹായം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളോട് ചോദിക്കുമ്പോ അള്ളാഹുവിനത് കൂടുതൽ എന്തുണ്ടാകും? കൂടുതൽ അള്ളാഹുവിനൊക്കെ ആ ചോദിക്കുന്ന ആളോട് കൂടുതൽ പ്രതിഫലം നൽകുകയും അതിന് കൂടുതൽ സ്ഥാനം നൽകുകയും ചെയ്യും. കാരണം അള്ളാഹുവിനൊക്കെ ഇബാദത്ത് എടുത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവൻ എന്നാണ് ഇപ്പോ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് വിശ്വാസമുള്ള ആളാണല്ലോ ഇവന്. അള്ളാഹുവിന് വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സഹായത്തിന്റെ സൃഷ്ടാവും അള്ളാഹു ആണെന്ന് വിശ്വാസം ഉള്ള ആളാവണം. അപ്പൊ പിന്നെ അത് അള്ളാഹുവാണ് സൃഷ്ടാവാണ്, എല്ലാ സഹായത്തിനും സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് വിശ്വാസമുള്ളതിനോട് കൂടെ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഇവന് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തതായിരിക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ഇവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇവൻ ഈ ചോദിക്കുന്നവർക്ക് കൂടുതൽ സ്ഥാനം കിട്ടാൻ സാധ്യത ഉണ്ടാകും. അതനുസരിച്ച് അവന്റെ ഉത്തരവും വേഗം കിട്ടും. അതാണ് ഇപ്പൊ അവിടെ ഉള്ളതിന്റെ താത്വികമായിട്ട് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വിഷയം അതാണ്. അപ്പൊ പെട്ടെന്ന് കിട്ടേണ്ട സഹായം അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ചോദിക്കുന്നത് അള്ളാഹു തആലാക്ക് അവന്റെ ഔലിയാക്കളിലൂടെ ആ സഹായം തരാൻ ഒരു പടിയുമില്ലാത്തവനാണ്, ഒരു പ്രയാസവുമില്ലാത്തവനാണ്. മാത്രവുമല്ല കൂടുതൽ ആ സഹായം കിട്ടാൻ അത് സാധ്യതയുമുണ്ട്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഇബാദത്ത് എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടിയ ഔലിയാക്കളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് ഈ ചോദിക്കുന്നത് എന്ന് ഏതുകൊണ്ട് മനസ്സിലാകും? അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് മനസ്സിലാവും. മുഹ്യിദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന് പറയുമ്പോ അള്ളാഹു തആലാന്റെ അടുക്കൽ സ്ഥിരപ്പെടുകയാണ് ഇവൻ, എന്റെ അടുക്കൽ കൂടുതൽ അടുത്ത് ഇബാദത്ത് എടുത്തുകൊണ്ട് എന്നിലേക്ക് അടുത്ത ആളെ അവൻ സപ്പോർട്ട് ചെയ്യുന്നവനാണ്.
അതുകൊണ്ട് ഞാൻ അവർക്ക് സഹായം കൊടുക്കുന്നു. അപ്പൊ ആ സഹായം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ടാവുകയാണ്. മറിച്ച് അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് അടുത്തതായിരിക്കുന്ന അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഇവൻ സ്നേഹിക്കുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ആ ചോദ്യത്തിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വന്നേക്കാം. കൂടുതൽ സ്ഥാനം ഉണ്ടാവുക, കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടാവുക അള്ളാഹുവിന്റെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും വിളിച്ച് സഹായം തേടുമ്പോഴാണ് കൂടുതൽ ആ സഹായം കിട്ടാൻ സാധ്യത ഉണ്ടാകുന്നത്. അതിനാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹു തആല സൃഷ്ടിക്കുന്ന സഹായം അവന്റെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സഹായം കിട്ടുക എന്നുള്ളതാണ്. എന്നല്ലാതെ ഈ സഹായം സൃഷ്ടിക്കുന്നത് ഒരിക്കലും അമ്പിയാക്കളല്ല, ഈ സഹായം സൃഷ്ടിക്കുന്ന ഒരിക്കലും ഔലിയാക്കളല്ല, ഈ സഹായം സൃഷ്ടിക്കുന്ന ഒരിക്കലും നാം ആരോട് ചോദിക്കുന്നു? മമ്പുറത്തെ വലിയനോട് തങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നവറല്ലാഹു മർഖദഹു, മമ്പുറത്ത് തങ്ങളല്ല ആ സഹായം സൃഷ്ടിക്കുന്നത്, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷേ മമ്പുറത്ത് തങ്ങള് അത് ശ്രദ്ധിച്ച് അത് കേട്ടിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മമ്പുറത്ത് തങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന നിലക്ക് അള്ളാഹു തആലയാണ് ആ സഹായം നമ്മൾ ചോദിക്കുന്നത് കേൾക്കുന്നതും ഉത്തരം നൽകുന്നതും പൂർണ്ണമായും അള്ളാഹുവാണ്. അത് ചിലപ്പോൾ അള്ളാഹു തആല ആ തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ ആ തങ്ങൾ കേൾക്കും. ആ നബിക്ക് ഏതെങ്കിലും നബിമാർക്ക് കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ ആ നബിമാർ കേൾക്കും. ഏതെങ്കിലും ഔലിയാക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ അവർ കേൾക്കും. കേട്ടാലും കേട്ടില്ലെങ്കിലും ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാണ്. ഉത്തരം നൽകാൻ കൂടുതൽ ചാൻസുമുണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ചോദിക്കുമ്പോൾ. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ആ ചോദിച്ച ആൾക്ക് സംശയമുണ്ടെങ്കിൽ വീണ്ടും മൈക്കിലേക്ക് വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ചോദ്യകർത്താവ് നല്ല ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാകാൻ മാത്രം ഉസ്താദ് വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഒന്ന്, ഒരു കല്ലുങ്ങൽ എന്നുള്ള ആള് ഇവിടെ അങ്ങനെ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കല്ലുങ്ങൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ചോദ്യം ചോദിച്ചാൽ, നേർക്ക് ഒന്ന് മൈക്കിലൂടെ ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. കല്ലുങ്ങൽ എന്നുള്ള ആൾ തന്നെ അല്ല, കല്ലുങ്ങൽ അല്ലല്ലേ, എന്താണ്? അതെ, അള്ളാഹുവിനെ എല്ലാം അറിയാലോ എന്നൊക്കെ അദ്ദേഹം അത് കണ്ട. അള്ളാഹ് എല്ലാം അറിയുന്നവനാണെന്ന പിന്നെ എന്തിനാ അവനോട് ചോദിച്ചെങ്കിലേ അള്ളാഹ് അറിയുള്ളൂ? അങ്ങനല്ലല്ലോ. അപ്പൊ ആ ചോദിക്കണ എന്തിനാന്നുള്ളത് തന്നെ ഒന്ന് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു തന്ന തിരക്കടുണ്ടായിരുന്നില്ല. അത് കൂടാതെ ഉസ്താദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാവിലാട് എന്നുള്ള ആള് പറഞ്ഞത് ഈ അഭൗതികമായ കാര്യങ്ങൾ എന്നാണ്. എനിക്ക് തിരിയാത്തൊരു കാര്യമാണത്. ഈ ഭൗതികം അഭൗതികം ഇതെവിടെ വെച്ചാണ് വേർതിരിയുന്നത് എന്നും അങ്ങനൊന്നും ഒരു പ്രയോഗിച്ചില്ല അദ്ദേഹം. സുഹൃത്തുക്കളെ, ഞാനിതിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ഉസ്താദ് പറയുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? മാവിലാട് അങ്ങനൊന്നും പറഞ്ഞില്ലേ? ഒരു ഭൗതികം അഭൗതികം എന്നുള്ള പ്രയോഗിച്ചില്ലേ? അതെ അതെ അതെ. അത് എവിടെയാണ് അത് വേർതിരിയുന്നത്? എന്താണ് ഈ ഭൗതികം അഭൗതികം? അതിന്റെ അറബി പദം എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അത് അദ്ദേഹം ഒന്ന് വിശദീകരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഉസ്താദെ. ഉസ്താദിന് സമ്മതാണെങ്കിൽ അദ്ദേഹം ഒന്ന് വിശദീകരിച്ചോട്ടെ. നിങ്ങൾ ഈ ഭൗതികം അഭൗതികം, ഭൗതികമായത് ചോദിക്കുക, അഭൗതികമായത് പാടില്ല, അതെങ്ങനെ ചോദിക്കുന്നു എന്നാണ്. അതെ അതെ അതെ, നമുക്കൊന്ന് പഠിക്കാൻ ഒരു വളരെ നാളായി നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാവിലാടിനെ അറിയുമെങ്കിൽ അദ്ദേഹം അതൊന്ന് വിശദീകരിച്ചാൽ തിരക്കേടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഭൗതികം അഭൗതികം എന്നുള്ള പ്രയോഗം, അഭൗതികം എന്നുള്ള പ്രയോഗം നടത്തി എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ മാവിലാടിന്റെ മൈക്കെടുത്തോട്ടെ. ഉസ്താദ് മറുപടി പറയും. ഞാനിത് കേട്ടപ്പോ ഒന്ന് മൈക്കെടുത്തേ ഉള്ളൂ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. മാവിലാടന്റെ അടുത്ത് ഒരൊറ്റ മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യം വിട്ടുപോയതൊന്നുമല്ല. പിന്നെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹുവിനെ കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ അവർ കേൾക്കുമെന്ന് പറഞ്ഞല്ലോ. അതേ വിശേഷണം ഭൗതികമായ കാര്യങ്ങള്
പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ സഹപ്രവർത്തകരോടും മറ്റുള്ളവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തെങ്കിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന ആളുകളും കേൾക്കുകയുള്ളൂ. അതും കൂടി ഞാൻ എന്നോട് കൂടെ പറയേണ്ടതാണ്. അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തെങ്കിലേ നമുക്ക് ആവശ്യമുള്ള സാധാരണ കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, ജീവിച്ചിരിക്കുന്ന ആളുകളും കേൾക്കുള്ളൂ. അതേ സ്ഥാനത്ത് തന്നെ അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കാണ്ട് വേറെ ആരും കേൾക്കുകയില്ല. ആ ഒരു പരിധിയിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് അവർ കേൾക്കുന്നു. എപ്പോഴെങ്കിലും അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ കേൾക്കുകയുമില്ല. അത് ജീവിച്ചിരിക്കുന്ന ആളുടെയും കഥ അത് തന്നെയാണ്. അള്ളാഹു തന്നെയാണ് എല്ലാത്തിന്റെയും ഖാലിഖ്, സൃഷ്ടാവ് എന്നാണ് പിന്നെ ശരിയായ നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഉസ്താദ് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണ് അഭൗതികമായ കഴിവ്, ഭൗതികമായ ഭൗതികവും അഭൗതികവും തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കുന്നത്, അതിന്റെ ഒരു മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് ഉസ്താദ് ചോദിച്ചത്. അതിന്റെ മറുപടി ഒന്ന് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ഉസ്താദിന്റെ മറുപടി പറഞ്ഞോളാം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് വന്നാൽ പിന്നെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവാനും അതാ നല്ലത്. ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ഈ ഭൗതിക അഭൗതികം പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരൊറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. പാടാനപ്പള്ളി ഉസ്താദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉള്ള ഒരു സംശയം. ആ ഉസ്താദ് പറഞ്ഞിരുന്നു, പിന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം തരും. പക്ഷെങ്കിൽ അള്ളാഹ് ബഹുമാനിച്ച ഒരു വ്യക്തിയിൽ കൂടി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകപ്പെടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അതായത് നമ്മളൊരു ഒരു മാധ്യമത്തിൽ കൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളിൽ കൂടി ചോദിക്കുമ്പോൾ അത് ഒരു എന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു സോപ്പിടും പോലെ ആയിപ്പോലെ, അള്ളാഹിനെ സോപ്പിടും പോലെ ആയിപ്പോലെ. അത് പിന്നെ അള്ളാഹിനോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് കിട്ടാത്തത്, ഇപ്പൊ ഉമ്മമാരിലെ എന്താ പറയണ്ടേ, ഒരു മൂട്ടായി കിട്ടേണ്ടിട്ട് ഒരു സോപ്പിംഗ് എല്ലാം നടത്തില്ല. അതേപോലെ അള്ളാഹിനോട് ഡയറക്റ്റ് ചോദിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാളിൽ കൂടി ചോദിക്കുമ്പോൾ, ഒരാളെ പേര് വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഒരു സോപ്പിംഗ് പോലെ ആയി പോകുന്നില്ലേ എന്നുള്ളൊരു സംശയം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്റെ ഒരു മനസ്സിൽ വന്നൊരു സംശയമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു എന്റെ കാര്യം പറയും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, അത് സോപ്പായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചോദ്യമൊക്കെ സോപ്പിടൽ തന്നെയാണ്, എല്ലാ ചോദ്യവും കേട്ടാ മാവിലാടെ. കാരണം അള്ളാഹു മനസ്സിലുള്ളതെല്ലാം അറിയുന്നവനാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചടിച്ചാൽ മതി. മാവിലാട് ഉണ്ട്. എല്ലാം അറിയുന്ന അള്ളാഹിനോട് പിന്നെന്ത് ചോദിക്കണേ എന്തിനാ? അതൊരു തരം സോപ്പാണ്. മാത്രമല്ല ഏറ്റവും വലിയ പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? സൂറത്തുൽ ഫാത്തിഹയാണ്. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതിൽ തർക്കം ആർക്കും ഇല്ലല്ലോ? ഉണ്ടാ? ഇല്ലല്ലോ? അങ്ങനെ തന്നെയല്ലേ ഉസ്താദന്മാരെ? അതെ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങണേന് അള്ളാനെ സോപ്പിട്ടിട്ടാ. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ അള്ളാനെ സോപ്പിടലാണ്. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു സോപ്പാ. അള്ളാനോടാ പറഞ്ഞത്, നിങ്ങളെ ഭാഷയിൽ കിട്ടോ. ഇനി അതാണ് കഴിഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതൊരു സോപ്പിടല. അങ്ങനെ തന്നെയല്ലേ മാവിലാടെ? ചിന്തിച്ചു നോക്കട്ടെ. അർ റഹ്മാനിർ റഹീം വീണ്ടും സോപ്പിടാണ്, അള്ളാനെ സോപ്പിടാണ്. പിന്നെയും സോപ്പിടും നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാല് മാലിക് യൗമിദ്ദീൻ ഉണ്ടോ? പിന്നെയും സോപ്പിടുന്നു നിങ്ങളാ ഭാഷയെ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സോപ്പ് അടുത്തത്. അങ്ങനെ കുറെ സോപ്പിട്ടതിന്റെ ശേഷമാണ് ചോദിക്കുന്നത് എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കണ്ടാ? അള്ളാഹ് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹിനെ സോപ്പിടാൻ നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ പ്രശംസിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഇഷ്ടപ്പെടുക, പ്രശംസിക്കുക, ഇതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതിനാണ് അള്ളാഹ് നമ്മളെ പടച്ചത് തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ സോപ്പും തോന്നുന്നുണ്ടെങ്കിൽ ഫാത്തിഹന്റെ ആദ്യ ഭാഗം കണ്ട് ഒഴിവാക്കിയിട്ട് കൈ കെട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ മുതൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായോ?
പിന്നെ അങ്ങനെ സോപ്പിട്ട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാളെ പഠിപ്പിച്ചത്. നബി തങ്ങൾ പഠിപ്പിച്ചു. കണ്ടോ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ ആർക്കും തർക്കമില്ലാത്ത, വഹാബി എല്ലാവരും സമ്മതിക്കുന്നതാണെന്ത്, ആ ഹദീസ് സഹീഹാണെന്നുള്ളത്. ആ കണ്ണ് കാണാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ എന്താ നബി പഠിപ്പിച്ചു കൊടുത്ത ദുആ? നബി പഠിപ്പിച്ചു കൊടുത്ത ദുആയിലുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മാന. കണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തിന്റെ, അനുഗ്രഹത്തിന്റെ നബിയായ നബി മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിട്ട് അവിടെ നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പഠിപ്പിച്ചു കൊടുത്തത് യാ മുഹമ്മദ്, നബിയെ വിളിക്കാനും കൂടി, യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി. കണ്ടോ, എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിൽ മാത്രമല്ല, യാ മുഹമ്മദ്, ഓ പ്രവാചകരെ മുഹമ്മദ് നബിയെ, ഖദ് തവജ്ജഹ്തു ബിക, അങ്ങ് മുഖേന ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇലാ റബ്ബി ഫീ ഹാജത്തി, എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ, എന്റെ ഉദ്ദേശം സാധിപ്പിച്ചു കിട്ടാൻ ഞാൻ അള്ളാഹുവിലേക്ക് അങ്ങ് മുഖേന ഞാൻ ചോദിക്കുന്നു. ലിതുഖ്ലാ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. കണ്ടോ, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. അതെ, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വഹാബത്ത് അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ദുആ സ്വഹാബത്ത് നബി തങ്ങളുടെ കാലത്ത്, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, നബിയുടെ വഫാത്തിന് ശേഷവും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് സോപ്പിടലാണെന്ന് പറഞ്ഞാൽ ദുആ സ്വീകരിക്കണമെങ്കിൽ തന്നെ ഒരു സോപ്പ് ആദ്യത്തിൽ വേണം. ഒന്നല്ല, 2 സോപ്പ് നിർബന്ധമായിട്ട്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ, നിങ്ങൾ പ്രയോഗിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങൾ പ്രയോഗിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്താ, ദുആ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അദബുകളിൽ ഒന്നാമത്തെ അദബ്, കണ്ടീഷൻസ് വേറെ ഉണ്ട്. എന്റെ അദബുകൾ എന്നുള്ള നിലക്ക് ഒന്ന് ഹംദ് കൊണ്ട് തുടങ്ങണം. അങ്ങനെ തന്നെയല്ലേ ഉസ്താദുമാരെ? ഹംദ് അല്ലേ, അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട്. കണ്ടോ, അതെ, മാഷാ അല്ലാഹ്. അതാ ഉസ്താദുമാരൊക്കെ അടിക്കുന്നത്. മാവിലാട് കേൾക്കുന്നുണ്ടാ? മാവിലാടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? ഉണ്ട്. നിങ്ങൾ കണ്ടോ, അള്ളഹാനോട് ചോദിക്കുമ്പോ അള്ളഹാനൊന്ന് സോപ്പിടുക, അള്ളഹാനൊന്ന് ഉഷാറാക്കി പറയാ. അതല്ല ഇപ്പൊ സോപ്പ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ഒരാളെ എടുത്തുനിന്ന് എന്തെങ്കിലും സഹായത്തിന് ചെല്ലുമ്പോ ആളൊന്ന് വലുതാക്കി പറയാം. നിങ്ങൾ പിന്നെ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ നല്ലവനാണ് എന്നൊക്കെ പറയാം. അതാണപ്പോ നിങ്ങൾ സോപ്പ് എന്ന് പറഞ്ഞത്. ആ സോപ്പ് നിർബന്ധമാണ് എന്നാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. എന്താ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലാതെ, അള്ളാഹനെ സ്തുതിച്ചല്ലാതെ, അഥവാ നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ അള്ളാഹുവിനെ സോപ്പിട്ടല്ലാതെ അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ മറ്റൊരു സോപ്പും കൂടി അതിന്റെ കൂടെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതെന്താ, അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അള്ളനെ നിർവഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാ. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. അള്ളാഹും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്തിനാ പിന്നെ നമ്മളൊന്ന് ചെല്ലണത്? നമ്മളെ കൊണ്ടും അള്ളാഹ് ചെല്ലിക്കുകയാണ്. ദുആ സ്വീകരിക്കണോ, ഹംദ് കൊണ്ട് തുടങ്ങണം, അള്ളാഹനെ പ്രശംസിച്ചിട്ട്, അഥവാ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിട്ടിട്ട്. അത് പോരാ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്ത് ചെയ്യണം? പ്രശംസിക്കണം. അവിടെയും വേണം എന്ത്? നബിയുടെ പേരിൽ സ്വലാത്ത് അതിന്റെ ആദ്യത്തിലും വേണം, അവസാനത്തിലും വേണം. ഇത് ഇല്ലെങ്കിൽ അള്ളാഹ് ദുആ സ്വീകരിക്കൂല.
ആ രൂപത്തിൽ അങ്ങ് ചിന്തിച്ചാൽ ശരിക്ക് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിനെ സോപ്പിടൽ തന്നെയാണ്. പക്ഷെ ആ പ്രയോഗം ശരിയല്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആ സംശയം തീർന്നിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു അഭൗതികമായ കാര്യം എന്നൊരു പ്രയോഗങ്ങൾ നടത്തിയല്ലോ, അതൊന്ന് നിങ്ങൾ പറഞ്ഞു തരോ? നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ, നിങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം, അത് രണ്ടും എവിടെ വെച്ചാണ് വേർതിരിയുന്നത്? അതൊന്ന് നിങ്ങൾ മാവിലാട് മൈക്കെടുത്ത് പറഞ്ഞു തന്നാൽ ഒരുപാട് ആളുകൾക്ക് അത് പഠിക്കാമായിരുന്നു. എനിക്കും ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ്, അതിന്റെ ഇടയ്ക്ക് ഒറ്റ ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ചോദ്യം കൊണ്ട് ചോദിക്കാൻ സമ്മതം തരികയാണെങ്കിൽ ഞാൻ ചോദിക്കാം. എന്താണെന്ന് വെച്ചാല് ചോദിക്കുന്നുണ്ടേ, എന്താണെന്ന് വെച്ചാല് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ മാധ്യമത്തിൽ കൂടി ചോദിക്കുമ്പോൾ അതിന് കൂടുതൽ ഉത്തരം നൽകപ്പെടാൻ ചാൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ്? അപ്പൊ എന്തുകൊണ്ട് ഉസ്താദന്മാരൊക്കെ ദ്വാ ചെയ്യുമ്പോൾ, ഖലീൽ തങ്ങൾ ദ്വാ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, യാ റസൂലുള്ളാഹ് ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണമെന്ന് ഡയറക്റ്റ് വിളിച്ച് ഇസ്തിഹാസ ചെയ്തിട്ട് ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ഉസ്താദന്മാർ എന്തുകൊണ്ട് റസൂലുള്ളാഹിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഇസ്തിഹാസ നടത്താത്ത? അങ്ങനെയാണെങ്കിൽ ഇസ്തിഹാസ നടത്തുമ്പോഴാണ് കൂടുതൽ ഉത്തരം നൽകപ്പെടാൻ ചാൻസ് ഉള്ളതെങ്കിൽ എന്തുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ ഇസ്തിഹാസ കൂടുതൽ നടത്താണ്ട് എപ്പോഴും വാദിന്റെ ശേഷമൊക്കെ ദ്വാ വെക്കുമ്പോൾ അള്ളാഹുവിനോട് തന്നെ വിളിച്ച് ദ്വാ ചെയ്യുന്നു? കൂടുതൽ ചാൻസ് അള്ളാഹുവിന്റെ റസൂലിനോടോ മറ്റോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മാധ്യമത്തിൽ കൂടി ചോദിക്കുമ്പോഴല്ലേ ഉത്തരം നൽകപ്പെടാൻ ചാൻസ്? പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിനോട് തന്നെ മാത്രം ചോദിക്കുന്നു? അതിന് മറുപടി എന്ന് പറയോ? അത് നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്തിഗാസ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തവസ്സുലാണ്. പദത്തിലുള്ള പ്രയോഗ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇസ്തിഗാസ എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് തവസ്സുൽ തന്നെയാണ്, പദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞാ? നിങ്ങൾക്ക് തിരിഞ്ഞാ? അതെ അതെ. തവസ്സുൽ ചെയ്യാത്തൊരു ദുആ സാധാരണഗതിയിൽ അപൂർവമായിരിക്കും. ഞങ്ങൾ സുന്നികളെ ആലിമീങ്ങളൊക്കെ അതെങ്ങനാണെങ്കിലും അതിന്റെ അവസാനത്തിൽ തന്നെങ്കിലും എന്ത് ചെയ്യും? ബിഹഖി ഹബീബിക്കാന്നോ ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോ എന്ത് ചെയ്യലുണ്ട്? പറയാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എന്ത് ചെയ്യണം? നിബിതങ്ങളോട് ആദ്യം ചോദിക്കണം. ഞാൻ നിബിതങ്ങൾ പഠിപ്പിച്ച ദുആയാണല്ലോ പറഞ്ഞത്. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ നിബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ എന്താ? അള്ളാഹിനോടാണ് നേരിട്ട് ചോദിച്ചോന്നല്ല. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി. കണ്ടോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹദീസ് സഹിഹാണ്. ഹദീസിൽ യാതൊരു ഇതുമില്ല. അത് വഹാബികൾ വരെ സമ്മതിച്ചിട്ടുള്ള, അവര് തന്നെ അവരെ അൽബാനി അടക്കം അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എന്റെ അറിവ്. മനസ്സിലായോ? അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞോളൂ. മറ്റേ ഇങ്ങനെ നിങ്ങളെ സംശയങ്ങൾ തന്നെ. എനിക്കിപ്പോ ഇത് വലിയൊരു സംശയങ്ങൾ ഈ അഭൗതികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അല്ല, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ്, റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതാ ഇവിടെ ഉസ്താദ് അടിച്ചിരിക്കണ്ടില്ലേ? അന്ന റജുലൻ വരീറ ബസരി അത്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉദ്ഉല്ലാഹ അൻ യുആഫിയനി. കണ്ടോ? നബിയെ അങ്ങ് എനിക്ക് ഈ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതും പറയാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞിരിക്കണം ഉദുഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ തരാം, ഉത്തരം തരാം. എന്തിനാ പിന്നെ നബിന്റെ അടുത്ത് നിന്നുകാണ്ട് നബിയെ നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ്? അപ്പൊ നബി പറഞ്ഞ എന്താ? കാല ഇൻഷിത്ത ദഅവതു വഇൻഷിത്ത സബർത. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ദ്വാരക്ക,
ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിക്കലാണ് ഖൈറ്, ഫഹുവ ഖൈറുൽ ലക. ആണോ ഈ കക്ഷിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ക്ഷമിക്കാണ് നിനക്ക് ഖൈറ്, കൂടാതെ കഴിയില്ലെങ്കിൽ ഞാൻ വരക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ നബിയോട്? എന്നിട്ട് കാല ഫദഉ, അപ്പോ ഫദഉ, ഞാൻ അതിനുവേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ നീ പോയി ഉളുണ്ടാക്ക്, നന്നായി ഉളുണ്ടാക്ക്, എന്നിട്ട് ഈ ദുആ ചെയ്യുക. എന്താണ് ആ ദുആയിലുള്ളത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. കണ്ടോ? അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അടുത്ത് വന്ന ഒരു സ്വഹാബിക്ക് ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്ന ദുആയിലുള്ളത് നേരിട്ട് ചോദിക്കല്ല, നബി മുഖേന. അത് മാത്രല്ല, അത് നബിയെ വിളിച്ചുകൊണ്ടു. കണ്ടില്ലേ? അപ്പൊ അത് കൂടുതൽ സാധ്യത ഉള്ളതാണെന്നുള്ള ആൾക്കാണല്ലോ. അതാണ് അതിനുള്ള മറുപടി. ഏതായാലും ഇനിയെങ്കിലും നിങ്ങളൊന്ന് മൈക്കെടുത്തിട്ട് ഈ അഭൗതികം എന്ന് പറയുന്നതും ഭൗതികം എന്ന് പറയുന്നതും എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നും എവിടെ വെച്ചാണ് ആ വ്യത്യാസം വരുന്നത് എന്നും നിങ്ങളൊന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കിയേ പറഞ്ഞു തന്നാൽ മതി. ഞാൻ മൈക്കോട്ട്. ഞാൻ കേട്ടതനുസരിച്ചാണ്. ഇത് ചരിത്രം പഠിച്ചിട്ടോ ഖുർആൻ ഹദീസ് പഠിച്ചിട്ടൊന്നുമല്ല, ഞാൻ പ്രസംഗത്തിൽ കൂടെ കേട്ടതനുസരിച്ച് പറയാണ്. മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള അള്ളാഹു കൊടുത്ത, അള്ളാഹു നൽകിയിട്ടുള്ള മനുഷ്യർക്ക് ഇടപഴകാൻ പറ്റിയ, അഥവാ മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള, മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് ഭൗതികവും, മനുഷ്യൻക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ജിന്നുകൾക്കോ മറ്റോ ചെയ്യാൻ അതൊന്നും നമുക്കറിയില്ല. മനുഷ്യൻക്ക് ചെയ്യാൻ പറ്റാത്തത് അഭൗതികം. അത്രയാണ് കാരണമുള്ളൂ. ഓക്കെ, മൈക്കൽ പ്ലീസ്. അപ്പൊ അത് നിങ്ങള് പിന്നെ നമ്മളെ ഇടങ്ങാറാക്കണ മറുപടിയുള്ള അപ്പൊ നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഇപ്പൊ തീരെ തിരിയാതായി. ഈ മനുഷ്യന്റെ കഴിവ് എന്ന് പറഞ്ഞത് അത് ഏതിലാ പോയിട, എവിടെ അത് ഓരോരുത്തരുടെ കഴിവ് എവിടെയെന്നപ്പോ നമുക്കൊരു പിടുത്തം കിട്ടണ്ടേ അതിന്? നമുക്കൊരു പിടുത്തം കിട്ടണ്ടേ? സുലൈമാൻ നബി അലൈഹി സ്വലാം ഫലസ്തീനിൽ നിന്ന് 2000 ചില്ലാനം കിലോമീറ്റർ ദൂരം കിടക്കുന്ന യമനിൽ നിന്ന് സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോ അത് കൊണ്ടുവന്നത് ഒരു മനുഷ്യനായിരുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉസ്താദുമാരെ? അല്ലേ? ഒരു മനുഷ്യനായിരുന്നു എന്നല്ലേ? ആസിഫ് ഇബ്നു ബർഖിയ എന്ന അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുന്നു തഫ്സീറുകളിലൊക്കെ. തന്നെ. അപ്പൊ അതിപ്പോ കണ്ടില്ല നിങ്ങൾ? അതും എത്ര 2000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ല 2000 ചില്ലാനം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, അങ്ങനെ തന്നെയല്ലേ ആയത്തുള്ളത് ഉസ്താദുമാരെ? അങ്ങ് കണ്ണ് ഇമ വെട്ടി മിഴിക്കുന്നതിന്റെ ഇടക്ക്, കണ്ണടച്ച് മിഴിക്കുന്നതിനിടക്ക്, തുറക്കുന്നതിനിടക്ക് ഞാൻ ബിൽഖീസ് രാജ്ഞിയുടെ, യമന്റെ രാജ്ഞിയുടെ സിംഹാസനം, രാജകീയ സിംഹാസനം, രാജകീയ ചെയർ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം. സബയിൽ നിന്ന്. സബ യമനിലാണ്. പിന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിപ്പോ ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ ഈ മനുഷ്യന്റെ കഴിവിന് നമ്മൾ എങ്ങനെ പരിധി വെക്കുക? എന്നെങ്കിലല്ലേ ഇപ്പൊ നമുക്ക് ആ പരിധി പെട്ടതാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പരിധിയിലപ്പുറത്തേക്ക് ചോദിച്ചാൽ എന്താവും? ചുരുക്കാവുന്നാണല്ലോ അപ്പൊ അതനുസരിച്ച്. അപ്പൊ ഇന്നലക്കാവുമ്പോ ഈ മനുഷ്യന്റെ കഴിവിന്റെ പരിധി ഇപ്പൊ നമ്മളെവിടെയത് അതിലിടണമല്ലോ. അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നാല് ഒന്ന്. രണ്ടാമത്തത്, മനുഷ്യ കഴിവിന്റെ പരിധി അതാണ് ഭൗതികം. ഇത് ഏത് ഖുർആനിൽ ഏത് ഹദീസിൽ വേണ്ട. 14 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ. ഈ ഖുർആനും ഹദീസും ഈ വിഷയങ്ങളുമെല്ലാം മുസ്ലിം ലോകത്ത് വളരെ വിശദമായി തന്നെ പഠിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് മഹാന്മാരായ
അയിമ്മത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, മുസ്ലിം ലോകത്ത് ഉലമാ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. ഇതില് എ കാന്തൂർ എന്നുള്ള വ്യക്തിയൊക്കെ പരിധി പറയണമെന്ന് ഇങ്ങനെ അടിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ 1-2 സംശയം ചോദിച്ചിരുന്നു, അതിനൊക്കെ മറുപടിയും കിട്ടി, അതെനിക്ക് റാഹത്തായി. പക്ഷെ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനും വകുപ്പില്ല. അതുകൊണ്ട് ഇതുവരെ എനിക്ക് ഈ ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം തന്നതിലും ഇത് നല്ല മറുപടി തന്നതിലും എല്ലാവർക്കും അഷ്കുറുക്കും ശുക്രൻ ജസീല അനൗസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും. നിങ്ങൾ അങ്ങനെ പിന്മാറിയതൊരു ഇതായി, നമുക്ക് കുറച്ചുകൂടി പഠിക്കായിരുന്നു. അപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ ഈ വിഷയങ്ങൾ അത് കേട്ടു, നിങ്ങളേതോ ആളുകൾ മൗലവിമാർ പ്രസംഗിക്കുന്നത് കേട്ടാണെന്ന് പറഞ്ഞല്ലോ. ആ മൗലവിമാരോട് ഇത് ചോദിക്കണം. നമ്മളിപ്പോ ഈ ചോദിച്ച ചോദ്യമില്ലേ, ഇത് അവരോട് നിങ്ങൾ ചോദിക്കണം കേട്ടാ. മാവിലാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം. ഈ മനുഷ്യന്റെ കഴിവിന് ഇപ്പൊ നമ്മളെവിടെ പരിധി വെക്കുക? ഒന്ന്, ഇങ്ങനെ ഈ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് അതാണ് അഭൗതികം, അത് ചോദിക്കാൻ പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലോ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ടിന്റെ ഇടക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും അയിമ്മത്ത് ഉലമാക്കളോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? ഇല്ല എന്നുള്ളത് തറപ്പിച്ച് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്കും പറയാം. അത് നമ്മളെ നാട്ടിലെ വിവരമില്ലാത്ത ഈ അറബിക് മുൻഷി പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചിട്ടുള്ള മൗലവിമാര് അവര് തട്ടിക്കൂട്ടിണ്ടാക്കിയ ഒരു പുതിയ പരിപാടിയാണ്, പുതിയ ആശയമാണ്. അല്ലാതെന്തില്ല, ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി, മുവഹിദുകളെ മുശ്രിക്കീങ്ങളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി മഹാന്മാരായ അയിമ്മത്തിനെയും ഉലമാവിനെയും എല്ലാം തിരിയാത്തവരും വഴിപിഴച്ചവരുമായി സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഈ വിവരദോഷികളായ മൗലവിമാര് പടച്ചുണ്ടാക്കിയ പുതിയ ആശയങ്ങളാണിതൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ മുബ്തദിഉകൾ, പുത്തനാശയക്കാർ, പുതിയ ആശയക്കാർ എന്ന് സുന്നികൾ പറയുന്നതും ആ നിലക്ക് അവരോട് പെരുമാറുന്നതും എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കണം എന്നുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, വളാനപ്പള്ളി ഉസ്താദിന് എന്തോ പറയാം. ഉസ്താദ് വരും, ഞാൻ ഉസ്താദിന്റെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഇടപെട്ടതാണ്, ക്ഷമിക്കണം. ഉസ്താദ് മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് എന്നെ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ മൗലവിമാർക്ക് ഇത് പറയാനുള്ള പ്രചോദനം, ഇവരുടെ കാരണവന്മാരിൽപ്പെട്ട കുറെ ആളുകളെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാര് അവര് വില കൊടുത്ത് വാങ്ങിയതായിരുന്നു. വില കൊടുത്ത് വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. ആ ദുർവ്യാഖ്യാനം ചെയ്തത് അറിയാതെ കുറെ ആളുകൾ അതിൽ പെടുകയും ആ പെട്ടിട്ട് പിന്നെ മാന്തലിന്റെ കണ്ണ് പോലെ ആ ദിശയിലേക്ക് മാത്രം നോക്കുകയും ശരിയായ ദിശയിലേക്ക് നോക്കാതെ ഇങ്ങനെ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ ഇന്ന് ഈ ആശയത്തിന് വേണ്ടി വാദിക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം ആളുകള് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് അറിയാതെ അവര് പിടിച്ചിട്ടുള്ള ഒരു പക്ഷേ സത്യമായിരിക്കും എന്ന് കരുതിയിട്ട് അതിനു വേണ്ടി വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇവരുടെ തലതൊട്ടപ്പൻ, ഇവർക്ക് ഇത് അറിയിച്ചു കൊടുത്ത, ആദ്യമായിട്ട് ഈ ആശയങ്ങൾ അറിയിച്ചു കൊടുത്ത ആള്, ആ കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാള് എന്താണ്, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മനഃപൂർവം വിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കിയതാണ്. മഹാന്മാരെ ഇകഴ്ത്തിയെങ്കിലേ ഈ മുസ്ലിം ജനവിഭാഗത്തിനെ 2 വിഭാഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ, പല വിഭാഗങ്ങളാക്കി ചിഹ്നിതോരിക്കാൻ പറ്റുകയുള്ളൂ, ശക്തി ക്ഷയിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരൻ അവൻ വില കൊടുത്ത് വാങ്ങിയ അവൻ ഭൗതികമായ കുറെ നേട്ടങ്ങൾ കൊടുത്തിട്ട് പിന്നെ എന്താക്കിയതാണ്, ആദ്യമായി വിശുദ്ധ ഖുർആൻ അതുപോലെ ഹദീസുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഓതി ജനങ്ങൾക്ക് മനസ്സിലാക്കി, അതിന് പേര് കുറെ വിപ്ലവങ്ങൾ ഉണ്ടാക്കി,
അങ്ങനെ ആ വിപ്ലവത്തിന്റെ പേരിൽ കുറെ ആളുകൾ, അറിയാത്ത ആളുകളൊക്കെ അതനുസരിച്ച് ഇങ്ങനെ കുറെ ആളുകൾ പാടി നടന്നു. ഇന്നും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ബാത്തിലിന് വേണ്ടി തന്നെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ ബാത്തിൽ എന്താണെന്ന് മനസ്സിലാവാതെ, അവർ ബാത്തിലാണ്, അവർ സത്യത്തിലല്ല എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞ ഈ അറബിക്ക് മുൻഷിക്ക് പഠിച്ചിട്ട് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളിൽ അധിക ആളുകളും അവർക്ക് സത്യം മനസ്സിലായിട്ടില്ല. അവർ ഈ ബാത്തിലിനെ സത്യമായി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വാദിക്കുന്നവരാണ്. ശരിയല്ലാത്ത കാര്യം അതൊരു പക്ഷേ ശരിയായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗത്തേക്ക് മാത്രം ചിന്തിച്ചു. അതിന്റെ എതിർഭാഗത്തിന് വല്ല സത്യവുമുണ്ടോ എന്ന് ചിന്തിക്കാതെ അവർ അവരുടെ മേലാളന്മാർ പറഞ്ഞു കൊടുത്തത് മാത്രം സ്വീകരിച്ച് അതിന്റെ വഴിക്കിങ്ങനെ പോയപ്പോ അങ്ങനെ അവർ ബാത്തിലിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഇവരുടെ നേതാക്കൾ അവർക്കൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ള ആളുകളാണ്. അവർക്ക് പലരും ഇന്നും അതിന്റെ ഭൗതികമായ നേട്ടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് കൂടി ഞാൻ പറയുന്നു. അതൊക്കെ ഉസ്താദോടെ ഒന്നുകൂടെ പറഞ്ഞാൽ നന്നാവുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മൈക്കൂടുന്നു. പിന്നെ മാവിനാട് പോയിട്ടില്ലല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. നമുക്ക് ഇന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കാര്യങ്ങൾ പഠിക്കാനേ ഇടക്കിടക്ക് ഇത് സംശയമായിട്ട് വരും. മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് സംശയമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ഇസ്തിഹാസിന്റെ വിഷയം മാത്രം, ഇപ്പൊ ഈ തവസ്സലും ഇസ്തിഹാസയും ഒന്നാണെന്നല്ല ഇപ്പൊ എന്നാണ് എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ വിചാരിച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജു ഇലൈക ബിനബിയിക എന്നുള്ള ആ ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തവസ്സിലാണ് ഞാൻ വിചാരിക്കുന്നത്. റസൂലിനെ കൊണ്ട്, മുഹിദ്ദീൻ കൊണ്ട്, അതേപോലെ തന്നെ ബദരീങ്ങളെ കൊണ്ട്, ഈ കൊണ്ട് എന്നുള്ള ഉച്ചരിക്കുന്നതുകൊണ്ട് അത് തവസ്സിലും, ഇസ്തിഹാസം എന്നുള്ള ഡയറക്റ്റ് യാ റസൂലല്ലാഹ്, യാ മുഹിദ്ദീൻ ഷേഖ്, യാ റിഫായി ഷേഖ് അങ്ങനെ വിളിക്കുമ്പോൾ ഇസ്തിഹാസം ഇതുവരെ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പൊ അതും എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും.